കണ്ണൂർ തയ്യലിൽ മകൻ 1.5 വയസ്സുകാരൻ വിഹാനെ കടലിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശരണ്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. കേസിന്റെ വിചാരണ നടപടികൾ ഇന്ന് തുടങ്ങാനിരിക്കെയാണ് ആത്മഹത്യാശ്രമം. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കണ്ണൂർ ജില്ലയെ മാത്രമല്ല കേരളക്കരയെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞുകൊന്ന സംഭവം. ഈ കേസിലെ പ്രതി ശരണ്യയാണ് ഇപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? കൃഷ്ണേന്ദു, 2020 ഫെബ്രുവരി 17-നാണ് കണ്ണൂർ തയ്യലിൽ 1.5 വയസ്സുള്ള മകൻ വിഹാനെ അമ്മയായ ശരണ്യ കടലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ശരണ്യക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്നടക്കമുള്ള വ്യവസ്ഥകളോടെ നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ചെന്നൈയിലായിരുന്നു ശരണ്യ കഴിഞ്ഞിരുന്നത്. ഈ കേസിന്റെ വിചാരണ നടപടികൾ തുടങ്ങിയിരുന്നു. തലശ്ശേരിയിൽ നിന്ന് കേസ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തു. അത് ഇന്ന് ലിസ്റ്റ് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. വിചാരണക്കായാണ് ഈ ചെന്നൈയിൽ നിന്ന് ശരണ്യ എത്തിയതെന്നാണ് നിഗമനം. ഇന്നലെ കോഴിക്കോട് എത്തിയ ശരണ്യ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് മുറിയെടുത്തിരുന്നു. ഇവിടെ വെച്ചാണ് വിഷം കഴിച്ചതെന്നാണ് കരുതുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ശരണ്യ എത്തിയിരുന്നു. അവിടെ അവശനിലയിൽ കണ്ടെത്തിയപ്പോൾ ഈ റെയിൽവേ പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ചെയ്തത്. ശരണ്യ തന്നെയാണ് താൻ വിഷം കഴിച്ചു എന്ന കാര്യം റെയിൽവേ പോലീസിനോട് പറഞ്ഞത്. ഉടൻ തന്നെ പോലീസ് ആംബുലൻസ് വരുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ശരണ്യ അപകടനില തരണം ചെയ്തിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമാണ് ശരണ്യ നടത്തിയത്. വീട്ടിൽ ഭർത്താവിനൊപ്പം ഉറങ്ങുകയായിരുന്ന ശരണ്യ ഈ കുഞ്ഞു വിഹാനെയും എടുത്ത് വീടിന് പിറകുവശത്തെ കടലിൽ എറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള രീതിയിലാണ് ആദ്യം വീട്ടുകാർ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. DYSP ആയിരുന്ന PP സദാനന്ദന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നു. അങ്ങനെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് ഇതൊരു കൊലപാതകമാണ് എന്ന കാര്യത്തിലേക്ക് പോലീസ് എത്തുന്നത്. രണ്ടാം പ്രതിയായ നിതിനുമായി ഉണ്ടായ അടുപ്പമാണ് മകനെ കൊലപ്പെടുത്താൻ ശരണ്യെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. അതിന്റെ വിചാരണയാണ് ഇന്ന് തുടങ്ങാനിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പ്രതി വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. കൃഷ്ണേന്ദു.